ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. റഷ്യയിലേക്ക് ഒരുപാട് ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്, റഷ്യ വിളിക്കുന്നുണ്ട്, അപ്പോൾ ആൾക്കാരെ വേണം, ഇങ്ങോട്ട് വരാൻ പറ്റും, ഈസി ആയിട്ട് വരാൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് റഷ്യയിലെ വിസ സാഹചര്യങ്ങളെ പറ്റിയാണ്. എത്ര ടൈപ്പ് ഓഫ് വിസ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വിസ ഉണ്ട് റഷ്യക്ക് തീർച്ചയായിട്ടും. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ കാര്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് ടൂറിസ്റ്റ് വിസയാണ്. ഇപ്പോൾ റഷ്യ പുതിയതായിട്ട് നമുക്ക് ഈ വിസ, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഈ വിസ തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 4 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ വിസയുടെ കാലാവധി എന്ന് പറയുന്നത് എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 16 ഡേയ്സ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകണം. അതേപോലെ തന്നെ അല്ലാതെ നമുക്ക് ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്ത് ഇൻവിറ്റേഷൻ വഴിയായിട്ടും വരാവുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് മൾട്ടിപ്പിൾ എൻട്രിയും കിട്ടും, സിംഗിൾ എൻട്രിയും കിട്ടും. അതിൻ്റെ വാലിഡിറ്റി വരുന്നത് 30 ദിവസവും, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രി ആണെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ കിട്ടും, 90 ഡേയ്സ് വരെയൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഉള്ളത് പ്രൈവറ്റ് വിസയുണ്ട്. അതായത് നമുക്ക് ഫ്രണ്ട്സോ അല്ലെങ്കിൽ റഷ്യൻ സിറ്റീസനായിട്ടുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അവർക്കൊക്കെ നമ്മളെ പ്രൈവറ്റായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഡേയ്സ് ആണ് വരുന്നത്. പിന്നെ റഷ്യയിലുള്ള വേറൊരു വിസയാണ് ബിസിനസ് വിസ എന്ന് പറയുന്നത്. ബിസിനസ് വിസ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, അതേപോലെ തന്നെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ബിസിനസ് വിസ എന്ന് പറയുന്നത്. അതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 30 ഡേയ്സ് ആണ് മാക്സിമം ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം വരുന്നതാണ് വർക്ക് വിസ. വർക്ക് വിസ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും, വർക്ക് വിസ റഷ്യയിലേക്ക് കൊടുക്കുന്നു, ബൾക്കായിട്ട് കൊടുക്കുന്നു, അങ്ങനെ ഇങ്ങനെ പ്രോപ്പറായിട്ട് കമ്പനി വഴി ഇൻവിറ്റേഷനും അതേപോലെ തന്നെ നമുക്ക് വർക്കിംഗ് പെർമിറ്റോട് കൂടിയിട്ടാണ് വർക്ക് വിസ കിട്ടുന്നത്. അപ്പോൾ ഇൻവിറ്റേഷൻ വരും, അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് അയച്ച് എംബസിയിൽ കൊടുക്കുക, അതിനുശേഷം പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യും, അതേപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട്, HIV റിപ്പോർട്ട് നമ്മൾ എംബസിയിൽ കൊടുക്കണം. അതിപ്പം ഏത് എംബസിയിലാണോ നമുക്ക് ആ ഇൻവിറ്റേഷൻ വരുന്നത് അവിടേക്കായിരിക്കും ഇവർ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ സമയത്താണ് നമ്മുടെ പാസ്പോർട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഒരു ഏജൻസിയും അതിന് മുമ്പായിട്ട് പാസ്പോർട്ട് വാങ്ങിച്ച് വെച്ച് നിങ്ങളോട് പറഞ്ഞ് ഈ റഷ്യൻ വിസ അടിക്കാനാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറ്റിക്കലാണ്. കാരണം നമുക്ക് ആദ്യമേ വേണ്ടത് പാസ്പോർട്ടിൻ്റെ കോപ്പിയും നമ്മുടെ ഫോട്ടോസ് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കമ്പനി നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെ ജോബിനായിട്ട് വരുന്നുണ്ടെങ്കിൽ, അല്ലാതെ നിങ്ങളുടെ പാസ്പോർട്ട് അവർക്ക് മേടിച്ച് വെക്കേണ്ട കാര്യമില്ല. ഏത് വിസ കിട്ടി നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാലും അപ്പോൾ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതിവിടെ മസ്റ്റായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ്, അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ വരുന്നതാണ് സ്റ്റുഡൻറ്റ് വിസ. സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, റഷ്യൻ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ സ്കൂളിലും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ട് വരാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 ഇയർ ആണ്. പക്ഷേ അതിവിടെ നിന്നിട്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബിസിനസ് വിസയും അതേപോലെ തന്നെ ടൂറിസ്റ്റ് വിസയിലും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് വിസയാണ് ട്രാൻസിറ്റ് വിസ എന്ന് പറയുന്നത്. അതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും. റഷ്യ ത്രൂ ഏതെങ്കിലും വേറൊരു രാജ്യത്തേക്ക് പോവുക എന്നുള്ള പർപ്പസിനാണ് ട്രാൻസിറ്റ് വിസ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് വിസ റഷ്യയിലുണ്ട്. മെയിനായിട്ട് നിങ്ങളിപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരും ചോദിക്കുന്ന ഒരുപാട് ഡൗട്ടുകളാണ് ഈ വർക്ക് വിസനെ പറ്റിയിട്ടുള്ള. വർക്ക് വിസയുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്, വർക്ക് വിസ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനാണെങ്കിൽ 1 ഇയർ ആണ് അല്ലെങ്കിൽ 3 ഇയർ ആണ് കിട്ടുന്നത്. അത് നമ്മുടെ റഷ്യൻ എംബസി വഴിയാണ് നമുക്ക് സ്റ്റാമ്പ് ചെയ്തിട്ട് നമ്മുടെ പാസ്പോർട്ടിൽ കിട്ടിയിട്ടാണ് നമ്മളിങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഇൻവിറ്റേഷനും കാര്യങ്ങളും വന്നതിന് ശേഷം മാത്രം, അഡ്വാൻസ് പേയ്മെൻ്റ് ഒക്കെ കാണുമായിരിക്കും ഇൻവിറ്റേഷൻ വരുന്നതിന് മുമ്പ്, അത് മാത്രമൊക്കെ പേ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ പാസ്പോർട്ടിൽ ആ സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ട് വാങ്ങിച്ച് അതിൽ സ്റ്റാമ്പ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് കോപ്പി അയച്ചു തരാം നിങ്ങളുടെ ഏജൻസിക്ക്. ആ സമയത്ത് നിങ്ങൾക്ക് ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വേണമെങ്കിൽ കയറി വരാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ വരുന്ന കമ്പനികളുടെ ജെനുവിനിറ്റിയൊക്കെ അതിന് മുമ്പ് തന്നെ നിങ്ങൾ അന്വേഷിക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ചാർജസ് അല്ലാതെ എന്തെങ്കിലും ഹിഡൻ ചാർജസ് വേറെ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കണം. കാരണം നിങ്ങൾക്ക് സാലറി ചെയ്തിരിക്കുന്ന കമ്പനി ഉണ്ടല്ലോ, സാലറി ഓഫർ ചെയ്തിരിക്കുന്ന കമ്പനികൾ, അവർ ചിലപ്പോൾ ആ സാലറി കറക്റ്റായിട്ട് ഏജൻസിയുടെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സണ് കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ ഇവർ എന്നിട്ട് അതെടുത്തിട്ട് എന്താണ് ഒരു 30% ടാക്സ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഹിഡൻ ചാർജസ് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അക്കോമഡേഷൻ കാര്യങ്ങൾ അന്വേഷിക്കുക. പിന്നെ തിരിച്ചു പോകുന്ന കാര്യങ്ങൾ, തിരിച്ചു പോകേണ്ടി വന്നാൽ എന്താണെന്ന് അന്വേഷിക്കുക. ഇതൊക്കെ നിങ്ങൾ റിസ്കിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ശരിക്കും മനസ്സിലാക്കി അന്വേഷിച്ചതിന് ശേഷം മാത്രം വരിക. ഒരുപാട് പേര് പറ്റിക്കപ്പെട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടുത്തെ കാര്യങ്ങൾ കുറച്ച് അറിയാവുന്നത് കൊണ്ടാണ് ഞാനിപ്പം നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ടൂറിസ്റ്റ് വിസയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ചാടി നടക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. കാരണം ഇവിടെ എല്ലാ സമയത്തും പോലീസ് ചെക്കിംഗ് ഉണ്ട്. അപ്പം നമ്മൾ നിയമം തെറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇന്ത്യൻസിന് നല്ലതാവുന്നതും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ബഹുമാനിക്കുന്നതും ഒക്കെ അല്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങളാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിസ്ക് എടുത്തിട്ട്
ഇന്ത്യക്കും ചീത്തപ്പേരുണ്ടാക്കി ഇങ്ങനെ അനധികൃതമായിട്ട് വേറൊരു രാജ്യത്ത് നിൽക്കാതിരിക്കുക. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ജോലിയാണ് ആദ്യം നിങ്ങളോട് ഏജൻസി പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലിയല്ല ഇവിടെ വരുന്ന കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പം നിങ്ങൾക്ക് ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരും. ആ സമയത്തൊക്കെ മണി ലോസ് ആവും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഏജൻസിനോട് ചോദിക്കുക, ഉറപ്പുവരുത്തുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി തന്നെയാണോ ഇത്, അത് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പലരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അസോണ് അതുപോലെ തന്നെയുള്ള ഒരുപാട് കമ്പനികളിൽ ജോലിക്ക് വരുമ്പോൾ 12 മണിക്കൂറാണ്. അപ്പോൾ ആ സമയത്ത് ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. അതേപോലെ തന്നെ തണുപ്പുള്ള സാഹചര്യങ്ങളിൽ, റഷ്യയിൽ നല്ല തണുപ്പാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തണുപ്പിനെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തണുപ്പിനെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫുഡ് അല്ലായിരിക്കും, ചിലപ്പം ചില കമ്പനികളൊക്കെ റഷ്യൻ ഫുഡ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫുഡ് തന്നെ ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ. പിന്നെ ഞാനങ്ങനെ ഏജൻസി ഒന്നുമല്ല, അതൊന്നും വിചാരിച്ചിട്ട് ആരും എന്നെ വിളിക്കരുത്. കാരണം ഞാൻ വിസയൊന്നും ചെയ്യുന്നില്ല, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ ഇവിടെ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ വരിക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.